അടുത്ത ടൈപ്പ് ഓഫ് എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CST എലമെൻ്റാണ്. CST എലമെൻറ്റ്. CST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്. ഓക്കെ, CST അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്. CST എലമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 ഡയമെൻഷണൽ എലമെൻറ്റ്സിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഫോമാണ്. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബാറായാലും ട്രസ്സായാലും ബീമായാലും എല്ലാം 1 ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു എക്സ് ഡയറക്ഷനിൽ ലെങ്ത്തുകൾ മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡീവിയേഷൻസ് മാത്രമായിരിക്കും വൈ ഡയറക്ഷനിലുള്ളത്. ഈ ഒബ്ജക്റ്റിൻ്റെ ജോമെട്രി ഒരിക്കലും വൈ ഡയറക്ഷനിലൂടെ നമ്മൾ പറയാറില്ലായിരുന്നു. എക്സ് ഡയറക്ഷനിൽ മാത്രമായിട്ട് നിൽക്കുന്ന ജോമെട്രീസ് ആയിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റുകൾക്ക് മാത്രം, അത് ലാസ്റ്റ് നമ്മുടെ ട്രസ്സിലും ബീമിലും വരുമ്പോൾ മാത്രമാണ് എക്സിൻ്റെയും വൈഡേയും ടൈംസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റുകൾ വരുന്നത്. പക്ഷേ അപ്പോഴും നമ്മുടെ എലമെൻറ്റ് 1 ഡയമെൻഷനിൽ തന്നെ ആയിരുന്നു, എക്സ് ഡയറക്ഷനിൽ മാത്രമായിരുന്നു. ഇതിൻ്റെ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമായിരുന്നെങ്കിൽ അത് ഈ പ്ലെയിനിന്, അതായത് നമ്മൾ വരച്ചിരിക്കുന്ന പേപ്പറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു ഏരിയ, ഒരു ഫിക്സഡ് ഏരിയ ആയിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ വരുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ 2 ഡയമെൻഷണൽ എലമെൻറ്റിനൊരു എക്സാമ്പിളാണത്. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയിരുന്നില്ല 1 ഡയമെൻഷണൽ എലമെൻറ്റ്സ് ആണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരു 2 ഡയമെൻഷണൽ എലമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ ഈ എലമെൻറ്റ് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ട്രയാങ്കിളിന് 3 നോട്ട്സ് കാണും, 1, 2 and 3. ഓക്കെ, ദെൻ ഈ ഓരോ നോഡിനും അപ്പം ഒരു എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലുള്ള ഓരോ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. നമ്മൾ എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റുകൾ U1, U2, U3 എന്ന് ഡിഫൈൻ ചെയ്യും. സെയിം നോഡിൻ്റെ തന്നെ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് നമ്മൾ V1, V2 ആൻഡ് V3 എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതായത് ഒരു 3 നോഡ് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് ഓരോ നോഡിലും അങ്ങനെ ടോട്ടൽ ഓഫ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുമ്പോഴത്തേക്കും U എന്ന് പറയുന്ന മെട്രിക്സ് വിൽ ബി ലൈക്ക് U1, V1, U2, V2, U3, V3 എന്ന ഫോമാറ്റിലായിരിക്കും വരുന്നത്. ഓക്കെ, ദെൻ പാട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എലമെൻറ്റിൻ്റെ കേസിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യാനാണ്. കുറച്ച് ലെങ്തിയുള്ള ഡെറിവേഷൻ ആയതുകൊണ്ട് ആദ്യം നമുക്ക് അതിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ മാത്രം നോക്കാം. ഷേപ്പ് ഫംഗ്ഷൻ ഫോർ എ CST എലമെൻറ്റ്. ഓക്കെ, സോ അതിന് വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ദെൻ ഈ എലമെൻറ്റിന് നമ്മുടെ യൂണിവേഴ്സൽ കോർഡിനേറ്റ്സ് ആയ എക്സിലും വൈയിലുമുള്ള കോർഡിനേറ്റ്സും കൂടെ മെൻഷൻ ചെയ്യുക. സോ നോഡ് 1ൻ്റെ കോർഡിനേറ്റ്സ് ലെറ്റ് ബി x1, y1, നോഡ് 2ൻ്റെത് x2, y2, ആൻഡ് നോഡ് 3 x3 ആൻഡ് y3. ഓക്കെ, ദിസ് 0 നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1, 2 and 3 എന്ന് പറയുന്ന ഓരോ നോഡിൻ്റെയും XY വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോഴും 1 and 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആവാതെ നോക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും, അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, ലെറ്റ് ദി നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് അറ്റ് ഈച്ച് നോഡ്, U എക്സ് ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെൻറ്റും V വൈ ഡയറക്ഷനുള്ള ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, അതായത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും: U1, U2, U3, V1, V2 ആൻഡ് V3. ഓക്കെ, എക്സിലെ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആദ്യം എഴുതിയിട്ടുണ്ട്, രണ്ടാമത് വൈയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് യുവിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: U1, U2, U3, V1, V2 ആൻഡ് V3. ഓക്കെ, ദെൻ നമ്മൾ മുമ്പ് 1 ഡയമെൻഷണൽ ബാർ എലമെൻറ്റിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രസ്സിലും ബീമിലും ഒക്കെ ചെയ്യുന്ന സെയിം മെത്തഡോളജിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മളൊരു പോളിനോമിയൽ അപ്രോക്സിമേഷനിലൊരു ഇക്വേഷൻ എഴുതും. ഡിസ്പ്ലേസ്മെൻറ്റ് U is equal to A1 plus A2x plus A3y എന്നൊരു ഫോർമാറ്റിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോളിനോമിയൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളൊരു ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ സിമിലർലി വിക്ക് ഞാൻ A1, A2, A3 3 കോൺസ്റ്റൻസ് എടുത്തു. ദെൻ അടുത്തൊരു കോൺസ്റ്റൻറ്റ് A4 പ്ലസ് A5x പ്ലസ് A6y. ഓക്കെ, ജസ്റ്റ് A1, A2, A3, A4, A5, A6 എന്നൊക്കെ പറയുന്നതൊക്കെ വെറും കോൺസ്റ്റൻസ് മാത്രമാണ്. ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്തിട്ടാണ് നമുക്കപ്പം ഷേപ്പ് ഫംഗ്ഷൻ കിട്ടുന്നത്.
അതായത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന് എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് യുവിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് എങ്കിൽ സേ ദി ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റുകൾ മാത്രം u1 u2 u3 എങ്ങനെ എഴുതാം? u1 u2 u3 is equal to I can write ഇവിടെ വരാനുള്ളത് a1 പ്ലസ് a2x പ്ലസ് a3y. ദെൻ അടുത്തത് വീണ്ടും a1 x2 പ്ലസ് a1 പ്ലസ് a2 x2 പ്ലസ് a3y എന്ന ഫോമിൽ അത് സെയിം ഇക്വേഷൻ തന്നെ എക്സിൻ്റെ അവിടെ 1ഉം 2ഉം ഇട്ട് കൊടുത്താൽ മതി ഓരോ നോഡിനും കറസ്പോണ്ടിങ് ആയിട്ട്. സോ അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കിട്ടും a1 a2 a3 ഇൻറ്റു ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് വാല്യൂസ് 1 x1 y1 1 x2 y2 1 x3 ആൻഡ് y3. ഓക്കെ, അതായത് ഞാനിപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് അങ്ങനെ വരും u1 is equal to 1 into a1 plus x1 into a2 x1 plus y1 into a3 y1 എന്ന് വരും. സിമിലർലി ഞാനിപ്പോൾ u2 സോൾവ് ചെയ്താൽ എന്ത് വരും? 1 into a1 plus x2 into a2 x2 plus y2 into a3 y2. സിമിലർലി u3 എന്ന് പറയുന്നത് എന്ത് വരും? a1 പ്ലസ് a2 x3 പ്ലസ് a3 y3. a1 a2 a3 എന്ന് പറയുന്ന കോൺസ്റ്റൻസ് എല്ലായിടത്തും സെയിം തന്നെയാണ്. കാരണം ഇതാണ് യുവിൻ്റെ അല്ലെങ്കിൽ യു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജനറലൈസ്ഡ് ഇക്വേഷൻ. ഇത് ഏത് നോഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആ നോഡിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ നമുക്ക് വിയുടേത് എഴുതാം. പക്ഷേ തൽക്കാലം നമുക്ക് യുവിൻ്റെത് മാത്രം വെച്ച് സോൾവ് ചെയ്ത് വരാം. യു എങ്ങനെയാണോ വരുന്നത് ആ സിമിലർ മെത്തേഡ് തന്നെയായിരിക്കും വിക്കും വരാൻ പോകുന്നത്. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് a1 a2 ആൻഡ് a3. എങ്ങനെ എടുക്കാം? ഇൻവേഴ്സ് എടുത്താൽ മതി. 1 x1 y1 1 x2 y2 1 x3 y3 ഇൻവേഴ്സ് ഇൻറ്റു u1 u2 ആൻഡ് u3. ഈ ഒരു ടേം നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തറിഞ്ഞിരിക്കേണ്ടത് ജസ്റ്റ് ഒരു റിഫ്രഷിംഗ് ഡാറ്റ ആയിട്ട് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നുള്ളത്. സേ ഡി എന്ന് പറയുന്നൊരു മെട്രിക്സ്, അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത്. വി റൈറ്റ് ലൈക്ക് സി ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡി എന്ന് എഴുതും. ഓക്കെ, അതിൽ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് കോ ഫാക്ടർ മെട്രിക്സ്. ഞാൻ താഴത്തെ ഡി മാർക്ക് അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ ആണ്. ദെൻ കോ ഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ അതിനാണ് സി ട്രാൻസ്പോസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഞാൻ ഈ ഒരു മെട്രിക്സിനെയാണ് ഡി എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മെട്രിക്സിനാണ് ഡി എന്ന് മാർക്ക് ചെയ്യുന്നത്. സോ എനിക്ക് ഡിയുടെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഡിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എനിക്ക് അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ കോഫാക്ടർ മെട്രിക്സ് ഓഫ് ഡി എങ്ങനെ കണ്ടുപിടിക്കാം? കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെയ്യുന്നത്, കോഫാക്ടർ മെട്രിക്സിൻ്റെ ഫൈനൽ ഫോം വിൽ ബി ലൈക്ക് C1 C2 C3 C11 C12 C13 ദെൻ C21 22 23 എന്നൊരു ഫോർമാറ്റിലാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. ഇങ്ങനെ വരും C=C11 C12 C13 C21 C22 23 C31 C32 C33. ഓക്കെ, ഇതിൽ C11 എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്യാനുള്ള ഇതാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. സോ ഇക്വേഷനിൽ ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന മെട്രിക്സ് x2 y2 x3 y3 ഇത് മാത്രം എടുത്തെഴുതുക. ഓക്കെ, ഞാൻ ഒരെണ്ണം ഫുള്ളായിട്ട് എഴുതി കാണിച്ചു തരാം. C11 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്താൽ ബാക്കി വരുന്ന മെട്രിക്സ് x2 y2 x3 y3
ഈ മെട്രിക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 2/2 മെട്രിക്സിൻ്റെ വാല്യൂ എടുക്കാൻ വളരെ ഈസിയാണ്. ഇത്ര മാത്രം ചെയ്താൽ മതി. ഫൈൻ x2 y3 x2 y3 then minus of y2 into x3 or x3 into y2. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വന്നാൽ മതി. x2 into y3 മൈനസ് x3 into y2. ഓക്കെ, സോ ഞാൻ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് സി വാല്യൂ ആണ്, അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ വാല്യൂ. ഓക്കെ, ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് C12 എന്ന് പറയുമ്പോഴത്തേക്കും വിൽ എലിമിനേറ്റ് ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം. C12 എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും എലിമിനേറ്റ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? 1y2 ആൻഡ് 1y3. ഓക്കെ, ദെൻ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് എഴുതുമ്പോഴത്തേക്കും സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റൂളുണ്ട്. അതായത് C11 നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കും. അത് കഴിഞ്ഞ് അടുത്തത് C12 എടുക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് വാല്യൂ ആവും. അഗെയിൻ C13 ആകുമ്പം വീണ്ടും പോസിറ്റീവ് വരും. ദെൻ താഴെ വരുമ്പോഴത്തേക്കും ആദ്യമേ C21ൻ്റെത് നെഗറ്റീവ്, അടുത്തത് പോസിറ്റീവ്, അടുത്തത് നെഗറ്റീവ്. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അതായത് ഞാൻ മെട്രിക്സ് എഴുതിയ ഞാൻ അടുത്ത ബാക്കി ഇനി C11 കഴിഞ്ഞ് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഞാൻ സോൾവ് ചെയ്ത് എഴുതിയ ഫൈനൽ ആൻസേഴ്സിനെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു പ്ലസും മൈനസ് സൈൻ കാണും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഫോളോ ചെയ്യുന്ന റൂൾ അങ്ങനെയാണ്. അതായത് ഫസ്റ്റ് C11ൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, C12ൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മീൻസ് ഇതേ ഫോർമാറ്റിൽ, അതായത് ഈ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ ഇൻറ്റു -1. ദെൻ മൂന്നാമത്തെ ടേം വീണ്ടും പോസിറ്റീവ്, അതായത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, വീണ്ടും പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും മാറി മാറി വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റിലുള്ള തന്നെയാണ് മൈനസും പ്ലസ് സൈൻസും കൂടെ ആദ്യമേ വരും. ഞാൻ സോൾവ് ചെയ്തതിന് ശേഷമുള്ള എല്ലാ വാല്യൂസും എഴുതിയേക്കാം. സോ C വാല്യൂസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ C11 നമ്മൾ പോസിറ്റീവ് എടുത്തു, അടുത്ത 12 വരുമ്പോഴത്തേക്കും നെഗറ്റീവ് ആയിരിക്കും, 13 പോസിറ്റീവ് വാല്യൂ ആണ്, ദെൻ അടുത്ത 21, കാരണം C13 ആയപ്പോഴത്തേക്കും ആദ്യത്തെ റോ കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ റോയിലാണ് സ്റ്റാർട്ടിങ്, അതാണ് C21 നെഗറ്റീവ് ആയിരിക്കും, 22 പോസിറ്റീവ് ആവും, 23 നെഗറ്റീവ് ആവും. അത് കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തെ റോ C31 പോസിറ്റീവ് ആണ്, 32 നെഗറ്റീവ് വരും, 33 അഗൈൻ പോസിറ്റീവ്സ്. ഓക്കെ, then അതിനകത്ത് വരുന്ന മെട്രിക്സുകളുടെ വാല്യൂസ് സോൾവ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസേഴ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. C12 = y2 - y3 എന്ന് വരും, C13 = x3 - x2 വരും, ദെൻ C21 = x3y1 - x1y3, C22 y3 - y1 എന്ന് മാത്രം വരും. അതായത് ഇവിടെ നമുക്ക് ആ മെട്രിക്സിലുള്ള ഏതെങ്കിലും ടേംസ് 1 വരുവാണെങ്കിൽ ഇതേപോലത്തെ സിംപ്ലിഫൈഡ് ഉള്ള ഫോമിൽ കിട്ടും. അതായത് x3 y3 x2 y2 എന്ന ഫോംസ് എല്ലാവരും കിട്ടുന്നത്. അതിന് പകരം നമ്മുടെ ഏതാണ് ഫസ്റ്റ് കോളം എലിമിനേറ്റ് ആവുന്ന സിറ്റുവേഷൻസിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇതായിരുന്നു നമ്മുടെ മെയിൻ ഇക്വേഷൻ 1x1 y1 1x2 y2 എന്നുള്ളത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കോളം മാത്രം എലിമിനേറ്റ് ആവുന്ന സിറ്റുവേഷൻസ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അല്ലെങ്കിൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അല്ലെങ്കിൽ തേർഡ് റോ ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളം എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ടേംസിലെല്ലാം എക്സും വൈയുടെ ടേംസും മിക്സപ്പ് ചെയ്ത് വരും. അതായത് x2 y3 - x2 y2 എന്ന ഫോം, അല്ലെങ്കിൽ x1 y3 - x3 y1 ഈ ഫോമാറ്റിൽ വരും. അതല്ലാതെ സെക്കൻഡോ തേർഡോ കോളംസ് ആണ് എലിമിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോളത്തിലുള്ള എലമെൻറ്റ്സ് 1 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് 1 × x1 ദെൻ 1 × x2 ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. ഓക്കെ, സോ കിട്ടിയ ഫൈനൽ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. C23 = x1 - x3, C31 = x1 y2 - x2 y1, ആൻഡ് C32 = y1 - y2. എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനിൽ ഹോൾ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഇൻറ്റു y2 - y1 ഹോൾ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് y1 - y2 എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് x2 - x1. സോ ഇതൊക്കെയാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സിനകത്തുള്ള ഓരോ വാല്യൂസ്, C11 C22 വാല്യൂസ്. സോ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നമ്മുടെ ഫൈനൽ സിയുടെ ഇക്വേഷൻ എഴുതി എങ്ങനെ വരും? C = ഫസ്റ്റ് C11ൻ്റെ വാല്യൂ എത്രയായിരുന്നു? C11ൻ്റെ വാല്യൂ x2 y3 - x3 y2, x2 y3 - x3 y2. ദെൻ C12, ഇതിപ്പോൾ C11ൻ്റെ വാല്യൂ. അടുത്തത് C12ൻ്റെ വാല്യൂ എത്രയായിരുന്നു? C12 = y2 - y3 ആണ്, y2 - y3. ഓക്കെ, ഇതേപോലെ ബാക്കി എല്ലാ വാല്യൂസും ഫില്ല് ചെയ്യണം. ഇവിടെ C13 വാല്യൂ എത്രയായിരുന്നു? x3 - x2. ഓക്കെ,
ഇതേപോലെ എല്ലാ വാല്യൂസും എൻ്റർ ചെയ്യണം. സോ സി മെട്രിക്സിൻ്റെ ഫൈനൽ എല്ലാ വാല്യൂസ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിൽ വരും. ഓക്കെ, ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് വാല്യൂ ആണ്. അതായത് വി നീഡ് ടു ഫൈൻഡ് ദി സി ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് റോ എഴുതിയിരിക്കുന്ന എലമെൻറ്റ്സ് എല്ലാം ഫസ്റ്റ് കോളമായിട്ട് വരും. സോ ഇവിടുത്തെ ഫസ്റ്റ് റോ x2y3 മൈനസ് x3y2, x2y3 മൈനസ് x3y2. ദെൻ രണ്ടാമത്തെ റോയിൽ വരുന്ന എലമെൻറ്റ് y2 മൈനസ് y3, y2 മൈനസ് y3, ലാസ്റ്റ് വൺ x3 മൈനസ് x2. ഓക്കെ, ഈ ഫോർമാറ്റിൽ ബാക്കി എലമെൻറ്റ്സും കൂടെ എഴുതാം. സോ സി ട്രാൻസ്പോസിലെ എല്ലാ എലമെൻറ്റ്സും എഴുതി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് സി ട്രാൻസ്പോസ് കിട്ടി. ഇനി എന്താ വേണ്ടത്? ഡിറ്റർമിനൻറ്റ് ഓഫ് ഡിയുടെ വാല്യൂ കിട്ടണം. ഓക്കെ, ഡിയുടെ വാല്യൂ അതായത് ഡി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ വാല്യൂ നമ്മൾ എടുത്തുന്ന ഏതായിരുന്നു? ഡി ഈസ് ഈക്വൽ ടു 1 x1 y1 1 x2 y2 1 x3 y3. ഇതായിരുന്നു നമ്മുടെ ഡി മെട്രിക്സിൻ്റെ വാല്യൂ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് 1 ഇൻറ്റു x2 y3 മൈനസ് x3 y2, x2 y3 മൈനസ് x3 y2. ദെൻ രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും ഒരു മൈനസ് വരും, ഇൻറ്റു രണ്ടാമത്തെ ടേം ഏതാണ്? വി ഹാവ് x1 ഇൻറ്റു x1 എടുക്കുമ്പോഴത്തേക്കും ഇത് രണ്ടും റിജക്റ്റ് ചെയ്തിട്ട് ബാക്കി y3 മൈനസ് y2. ദെൻ മൂന്നാമത്തെ ടേം വീണ്ടും പ്ലസ് y1 ഇൻറ്റു y1 എടുക്കുമ്പോഴത്തേക്കും ഈ റോയും ഈ കോളം എലിമിനേറ്റ് ചെയ്ത് ബാക്കി വരുന്ന വാല്യൂ x3 മൈനസ് x2. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിനി ചെയ്യാനുള്ളത് എന്തായിരുന്നു? ഇൻവേഴ്സ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഡി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയ ഇക്വേഷൻ സി ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ആദ്യമേ നമുക്ക് സി ട്രാൻസ്പോസിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഈ എഴുതിയിരിക്കുന്ന വലിയ ഇക്വേഷനാണ്. സോ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് സി ട്രാൻസ്പോസിൻ്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ഡിറ്റർമിൻ്റെ വാല്യൂ ഇതായി കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ അത് എഴുതണം. ദെൻ അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നത് എന്താണ്? A1 A2 A3യുടെ വാല്യൂസ്, കോൺസ്റ്റൻസ് ആയ A1 A2 A3യുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു 1 x1 y1 1 x2 y2 1 x3 y3 ഇൻവേഴ്സ് ഇൻറ്റു u1 u2 u3. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇതിൽ ഈ 1 x1 y1 1 x2 y2 1 x3 y3 ഈ മെട്രിക്സിനെയാണ് നമ്മൾ ഡി എന്ന് പറഞ്ഞിട്ട് ഈ ഡിയുടെ ഇൻവേഴ്സിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വരും A1 A2 A3 ഇസ് ഈക്വൽ ടു ആദ്യമേ നമ്മുടെ ഡിറ്റർമിൻ്റെ വാല്യൂ മാത്രമായിട്ട് എഴുതാം. അതായിരുന്നു 1 ബൈ x2 y3 മൈനസ് x3 y2 മൈനസ് x1 കൊണ്ട് ഓക്കെ x1 ഇൻറ്റു y3 മൈനസ് y2 പ്ലസ് y1 ഇൻറ്റു x3 മൈനസ് x2. ഇത്രയും 1 ബൈ ഡിയുടെ വാല്യൂ ആണ് ഇൻറ്റു നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. ഞാൻ തൽക്കാലം ആ സി ട്രാൻസ്പോസ് മാത്രമേ എഴുതുന്നുള്ളൂ, മെട്രിക്സിൻ്റെ ഫുൾ വാല്യൂ കൊണ്ട് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഇൻറ്റു u1 u2 u3 എന്ന് വരും. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്നത് A1 A2 A3യുടെ വാല്യൂ ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ എഴുതിയേക്കുന്ന x2 y3 x3 y2 ദെൻ x1 y3 പ്ലസ് x1 y2 പ്ലസ് y1 x3 മൈനസ് x2 y1. ആ എഴുതിയിരിക്കുന്ന വാല്യൂ ശരിക്കും പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ
ഏരിയ ആയിട്ട് വരും. ഓക്കെ, അതായത് ഇഫ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മെട്രിക്സ് ഫോം, നമ്മുടെ ഏരിയ എ വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു 1 x1 y1 1 x2 y2 1 x3 y3 എന്നാണ് വരേണ്ടത്. അത് നമ്മൾ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഉള്ളൊരു റിലേഷനാണ്, ഏരിയയുടെ റിലേഷൻ. ഓക്കെ, സോ ഞാനിപ്പോൾ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഞാൻ ഈ 2 കൂടി ഇപ്പോൾ കൊണ്ടുവരുന്നു, 2a ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു x2 y3 മൈനസ് x3 y2, x2 y3 മൈനസ് x3 y2 1 ഇൻറ്റു ദെൻ മൈനസ് രണ്ടാമത്തത് x1 ഇൻറ്റു y3 മൈനസ് y2, മൂന്നാമത്തെ ടേം പ്ലസ് y1 ഇൻറ്റു x3 മൈനസ് x2. ഓക്കെ, നമ്മൾ ഈ ഡിറൈവ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് സെയിം ആസ് ഡിയുടെ വാല്യൂ. ഓക്കെ, രണ്ടും സെയിം മെട്രിക്സ് തന്നെയായിരുന്നു, 1x1 y1 1x2 y2. സോ ഇതിന് ഏരിയ ഓഫ് മെട്രിക്സുമായിട്ടും ഒരു റിലേഷനുണ്ട്. അതായത് നമ്മൾ ഈ ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്ന ടേമിന് പകരം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് a1 a2 a3 is equal to 1/2a ഇൻറ്റു ദെൻ നമ്മുടെ സി ട്രാൻസ്പോസ് മെട്രിക്സിൻ്റെ വാല്യൂ ഇൻറ്റു u1 u2 u3 എന്നെഴുതാം. ഓക്കെ.